നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് എങ്ങാനും വിജയിച്ച് കയറിയാൽ പിന്നീട് അവിടെ ഏറ്റവും വലിയ വഴക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു ചോദ്യത്തിനാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിന് ഉത്തരം കൃത്യമായി ഇല്ലെങ്കിൽ പോലും ഇപ്പം ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല, മത്സരത്തിന് ശേഷം ഹൈക്കമാൻഡ് പറയുന്ന രീതിയിലായിരിക്കും മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രി ആകില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തായാലും മത്സരരംഗത്തുണ്ടാകും. അതായത് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്. അതെ, ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് പേരുകൾ വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനുണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്. അപ്പോൾ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എ.സി.സി ജനറൽ സെക്രട്ടറിയാണ്. അതുകൂടാതെ അദ്ദേഹം എം.പി ആണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അല്ല, ഒരു സമയത്ത് എംപിമാർ 5-6 എംപിമാർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ സജീവമായി തന്നെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ഇപ്പോൾ എംപിമാർ മത്സരിക്കില്ലെങ്കിൽ പോലും ചിലർക്കെങ്കിലും പരിഗണന ഉണ്ടാകുമെന്നും ചിലർക്കെങ്കിലും ഇളവുകൾ ഉണ്ടാകുമെന്നും വാർത്തകൾ വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിരീകരണവുമായി കെ.സി. വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത്. അല്ല, ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്നും വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആകാനാണ് കെ.സി. വേണുഗോപാലിൻ്റെ ശ്രമം. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ നേതാക്കന്മാരെയെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തകർത്തത് കെ.സിയുടെ കൂർമ്മ ബുദ്ധിയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ കെ.സി. വേണുഗോപാലിനെതിരെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഓരോ തവണയും ഇനിയിപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് കെ.സി. വേണുഗോപാലിനാണ്. കാരണം അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിന് എതിരെ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിനോട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രാദേശിക രംഗങ്ങളിൽ പോലും, അതായത് നമുക്കറിയാം ജില്ലാ കമ്മിറ്റിയുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്കാണ് താഴേക്ക് വരുമ്പോൾ പ്രാദേശിക കമ്മിറ്റികളാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ പ്രാദേശിക കമ്മിറ്റികൾ പോലും എന്തിനാണ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ഇടപെടുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് പല ആളുകളും വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ഉണ്ടാകില്ല. അത് കുറച്ചൊരു തീരുമാനമാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ അജണ്ടകളെയും പൊളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ആകാൻ ഉണ്ടാകില്ല. അല്ല, ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒഴിവായി കിട്ടിയെന്ന് നമുക്ക് പറയേണ്ടി വരും. തല്ലിൽ ഒരാൾ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന CPM പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അല്ല, അങ്ങനെ വേണമെങ്കിലും പറയാം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തെടുക്കാൻ അറിയാവുന്ന നേതാക്കന്മാരാണുള്ളത്. കേരള രാഷ്ട്രീയം സംബന്ധിച്ച് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അത് CPM-നെ സംബന്ധിച്ചാണെങ്കിലും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റൊരാളിലേക്ക് ഒതുങ്ങി പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. ശക്തമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഒരാളെ പിന്തള്ളാൻ വേണ്ടിയിട്ട് മറ്റൊരു അജണ്ടയുമായിട്ട് വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കെ.സി. വേണുഗോപാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇനിയുള്ളത് രമേശ് ചെന്നിത്തലുണ്ട്, വി.ഡി. സതീശനുണ്ട്, പിന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പല നേതാക്കന്മാരുടെയും പേരുകൾ പലപ്പോഴും വന്നു പോകുന്നുണ്ട്. ഷാഫി പറമ്പലിന്റെ പേര് പോലും വന്നു പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട്. ഷാഫി പറമ്പലിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ എംപിമാർ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ധർമ്മടത്തെ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതിന് താഴെ വന്ന് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ധർമ്മടത്ത് ഷാഫി വരണം, അല്ലെങ്കിൽ ധർമ്മടത്ത് ഷാഫി വന്നില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഷാഫി മത്സരിക്കണം കേരളത്തിൽ. ഒന്നുകിൽ പാലക്കാട് മത്സരിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വടകരയിൽ മത്സരിച്ച് ഷാഫി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ മത്സരിക്കണമെന്നൊരു ആഗ്രഹം പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന എംപിമാർ മത്സരിക്കാത്ത സാഹചര്യത്തിൽ അവരോളം പ്രിയപ്പെട്ട ചില ആളുകളെ നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് UDF പോകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ പിന്നെ ആര് എന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ മത്സരിപ്പിച്ച് വിജയം ഉറപ്പാക്കുക എന്നൊരു ആവശ്യം ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ നിലനിൽക്കുകയല്ലേ?
അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പടി മുന്നിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയാണോ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിനൊക്കെ വിപരീതമായിട്ട് കോൺഗ്രസ് ഒരു പടി മുമ്പിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏകദേശം ഒരു ധാരണകൾ ഒരു സ്ഥാനാർത്ഥിയുടെ മേൽ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന നിമിഷവും അടിയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാന നിമിഷങ്ങളിലും അടിയാണ്. ഇന്നത്തെ കോൺഗ്രസിന്റെ നീക്കം ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ CPM നീക്കങ്ങളോട് സമാനമായ രീതിയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ CPM എങ്ങനെയാണ് വിജയിച്ച് കയറിയത് ആ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ. CPM പോലെയല്ല കോൺഗ്രസ്. നമ്മൾ ഒരിക്കലും CPM കോൺഗ്രസിനെയും ഒരുപോലെ താരതമ്യം ചെയ്യരുത്. CPM സംബന്ധിച്ച് CPM കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. CPM മേൽഘടകത്തിൽ നിന്ന് ഇന്ന ആൾ മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാണ് സ്ഥാനാർത്ഥി. അവർക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യും. കോൺഗ്രസിൽ അങ്ങനെയല്ല. മേൽഘടകത്തിൽ നിന്ന് ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്ഥാനാർത്ഥി ആവാൻ അർഹനല്ലെങ്കിൽ താഴെ നിന്ന് ബഹളം തുടങ്ങും, അടിയും വഴക്കും ആവും. അവസാനം വീണ്ടും പറഞ്ഞ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അടുത്ത സ്ഥാനാർത്ഥി ഇടും. എത്രയോ കേസുകൾ കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് വേറെ സ്ഥാനാർത്ഥി ഇടുന്നത്. കോൺഗ്രസിൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. കാരണം എന്താണ്, അവിടെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്ന് അവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തിനൊപ്പം തന്നെയായിരിക്കും എപ്പോഴും നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. സമ്മർദ്ദം ചെലുത്തും. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കുറവായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ ഈ പ്രാദേശിക നേതാക്കന്മാരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ വിചാരിക്കും മണ്ഡലം പ്രസിഡന്റാണ്, ബൂത്ത് പ്രസിഡന്റാണ്. നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇവരുടെയൊക്കെ അജണ്ടയിൽ മേൽ എത്രയോ സ്ഥാനാർത്ഥികളെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അറിയുമോ? സമ്മർദ്ദം ചെലുത്തും. ഇനി എത്ര വലിയ ശക്തനായുള്ള സ്ഥാനാർത്ഥിയാണ് അവിടെ വന്ന് മത്സരിക്കുന്നതെങ്കിലും തോക്കുമെന്ന് ഉറപ്പാണെങ്കിൽ സമ്മർദ്ദം ചെലുത്തും. അത് പുതിയ സ്ഥാനാർത്ഥി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ മണ്ഡലം പ്രസിഡന്റുമാരുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അവര് പറയുന്ന സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത്. അതാണ് ഇപ്പോ ഒരു മണ്ഡലത്തിലെ എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരും കൂടെ പറയാണ്, ഇന്ന ആൾ വന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളായിരിക്കും സ്ഥാനാർത്ഥി. അതാണ് കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്. അവിടെ ഇനി AICC ഏത് വലിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലും പൊളിച്ചെടുക്കും. അല്ലാതെ AICC വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവസാനം ആ സ്ഥാനാർത്ഥി തോൽക്കും. നമ്മൾ പലപ്പോഴും കോൺഗ്രസിൽ പാർട്ടിയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ കൊണ്ടുവരുന്നു. വലിയൊരു മൂവ്മെന്റ് ആണ്. കൊട്ടാരക്കരയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വട്ടം എന്തായാലും വിജയിക്കുമെന്നൊരു ഉറപ്പ് കോൺഗ്രസിനുള്ളൊരു സാഹചര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 12,000 വോട്ടിന്റെ ആണ് തോൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6,000-7,000 വോട്ടും കൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുകയാണെങ്കിൽ കോൺഗ്രസിന് ഉറപ്പായിട്ടും കൊട്ടാരക്കര തിരിച്ചു പിടിക്കാൻ കഴിയും. അതിന് ശക്തമായിട്ടുള്ളൊരു നേതൃത്വം തന്നെ കൊട്ടാരക്കരയിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഐഷ പോറ്റി എന്ന് പറയുന്ന CPM എക്കാലത്തെയും എവർഗ്രീൻ കാൻഡിഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഐഷ പോറ്റി വരുമ്പോഴുള്ള ഭൂരിപക്ഷമല്ല, പിന്നീട് ഐഷ പോറ്റി 2 തവണ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം ഇരട്ടിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം ഇരട്ടിപ്പിച്ച ഐഷ പോറ്റി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ ജനങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കും. എന്തായാലും ജനങ്ങൾ കുറെ കൂടെ വോട്ടുകൾ കൊടുക്കും, കുറെ കൂടെ ശ്രദ്ധയാർജിക്കും. അതൊരു മുഖമാണ് ഐഷ പോറ്റി എന്ന് പറയുന്നത്. കൊട്ടാരക്കരയുടെ മുഖമാണ്. ഒരു 3 ടീമിലായിട്ട് 15 വർഷക്കാലത്തോളം കൊട്ടാരക്കരയെ നഗരത്തെ ഭരിച്ചിരുന്ന ഒരു നേതാവാണ്. അപ്പോൾ അവർ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇപ്പം ജോസ് കെ മാണിയുടെ കാര്യത്തിൽ കോൺഗ്രസും പറയുന്നൊരു UDF പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് സമ്മർദ്ദ തന്ത്രം ചെലുത്തിയിട്ട് ആരെയും പാർട്ടിയിലേക്കൊന്നും കൊണ്ടുവരുന്ന കാര്യമില്ല. ഇതുവരെ അവരുമായിട്ട് കേരള കോൺഗ്രസുമായിട്ടൊന്നും എമ്മുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും കോൺഗ്രസ് വലിയ രീതിയിൽ വലിയൊരു മാറ്റത്തിൽ പോയിട്ടുണ്ട്. അതെ, ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ VD സതീശൻ പറഞ്ഞത് ഇനിയും വിസ്മയങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പോ ഇനി ആ വിസ്മയങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യങ്ങളിൽ ഇനിയും ഒരുപാട് ആളുകൾ കോൺഗ്രസിലേക്ക് CPM കൊടികുത്തി വാണിരുന്ന സഖാക്കന്മാർ എന്ന് പറയുന്ന പലരും ഇനി ഈ പറയുന്നതുപോലെ കോൺഗ്രസിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഐഷ പോറ്റിയെ പോലെയുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ CPM ഒരു കറക്റ്റായ സ്ഥലമല്ല അല്ലെങ്കിൽ കറക്റ്റായ ഇടമല്ല എന്നുള്ളത് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പലരും ഇനി കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മുൻകൂട്ടി പറയാതെ പലരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് എത്തുന്നതും അതിനുശേഷം അത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു കാര്യം പോകാനുള്ള CPM അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വരുന്നതെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് ഇന്ന് രാവിലെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ശബരിനാഥൻ CPM
അതെ. പിന്നെ കുറെ നേതാക്കന്മാരുടെ പടം ഇട്ടിട്ട് ഇവരെല്ലാം CPM-ലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു തെറ്റായിട്ടുള്ള അജണ്ട സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണപ്പെട്ട ജനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവര് CPM-ലേക്ക് പോയില്ലെങ്കിൽ അതിശയമുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പോ CPM-ലേക്ക് ഒരുപാട് നേതാക്കന്മാർ ഒഴുകി പോകുന്നതിന്റെ ഒരു അവരുടെ നാണക്കേടുണ്ടല്ലോ, ആ നാണക്കേട് മറക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.